രചന പറഞ്ഞത് ശരിയാണ്. ഒരു പാട്ടിന് ഒരു സംഗീത സംവിധായകൻ മാത്രമല്ല അതിൻ്റെ ഏക റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അഴകിയ രാവൺ സിനിമയിൽ മമ്മൂട്ടി വന്നിട്ട് ഞാനൊരു ട്യൂൺ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഉടനെ അദ്ദേഹം പിന്നെയും ഡ്രമ്മറും എല്ലാം കൂടെ ചേർന്ന് തന്നെ ഓർമ്മയില്ല ആ സീൻ. ശരിക്കും അത് തന്നെയാണ് ഒരു വലിയ എക്സാമ്പിൾ. ഒരാള് മ്യൂസിക് ഇടാനിരിക്കുമ്പോൾ ഒത്തിരി അധികം അഭിപ്രായങ്ങൾ എല്ലാ സൈഡിൽ നിന്നും വരുന്നുണ്ട്. ഒരു ഇതെല്ലാം സ്വാംശീകരിച്ചാണ് ഒരു പാട്ടുണ്ടാകുന്നത്. അതെ അതെ അതെ. അപ്പോൾ അത് മാത്രമല്ല, ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുടെ പാട്ടുകൾ കൂടുതൽ ആളുകൾ പാടുക, കൂടുതൽ ജനപ്രിയമാകുന്നതാണ് ആ സിനിമയുടെ ഹിറ്റ്, ആ സിനിമ ഹിറ്റ് ആവുക എന്ന് പറയുന്നത്. ശരിക്കും ഒരു പാട്ട് ഹിറ്റ് ആകാനുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വലിയ ക്രൈറ്റീരിയ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം അടുത്ത സെഗ്മെന്റ് കണ്ടിട്ടാണ്. തീർച്ചയായിട്ടും. പ്രണവ്, നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ സർപ്പം 10 വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ? എന്താണ് ഈ സർപ്പം 10 വരിക എന്നുള്ളത് കൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത്? ഇത്തരം കാര്യങ്ങളും അതോടൊപ്പം തന്നെ കാളസർപ്പയോഗം എന്ന് പറയുന്ന ഒരു പദം കേട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? ഇത് തന്നെ ഈ സർപ്പം 10 വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പ് വ്യാഴത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മളുടെ ജാതകത്തിൽ 12 രാശിയാണുള്ളത്. അപ്പോൾ ഈ 12 രാശിയിൽ ഈ ഗ്രഹങ്ങളെല്ലാം, നവഗ്രഹങ്ങളും പിന്നെ അതിൻ്റെ കൂടെ ഗുളികനും, ഈ ഗ്രഹങ്ങളെല്ലാം ഏതെങ്കിലും രാശിയിൽ വരാതെ കണ്ടിട്ട് ഒരു ജാതകം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ചിലർക്ക് ലഗ്നത്തിലായിരിക്കും സർപ്പം വരിക. സർപ്പം എന്ന് ഉദ്ദേശിക്കുന്ന രാഹുവാണ്, അതിൻ്റെ ഓപ്പോസിറ്റായ കേതു. അപ്പോൾ 10 സർപ്പം വരാമെന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ, ജാതകത്തിൻ്റെ കർമ്മത്തിൽ വന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ചില ആചാര്യന്മാരുടെ അടുത്ത് ഇപ്പോൾ ചിലരൊരു 10-55 വയസ്സൊക്കെ ആയി, 60 വയസ്സൊക്കെ ആയി. അപ്പോൾ ഇത്രയും കാലമായിട്ട് ജീവിതത്തിലൊന്നും ഗതി പിടിച്ചില്ല, രക്ഷപ്പെട്ടില്ല, പിന്നെ മക്കളും പറഞ്ഞ കേൾക്കുന്ന രീതിയിലേക്ക് വളർന്നില്ല. അപ്പോൾ ജീവിതം കൈവിട്ടു പോയി. ഇനിയിപ്പോൾ വയസ്സാം കാലത്ത് ആരോഗ്യമില്ല, പണിയെടുക്കാനും പിള്ളേരോട്ട് നോക്കിയില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്ര നാളും വിശ്വാസമില്ലാതിരുന്ന ആളുകൾ പോയി ജ്യോത്സ്യനെ കാണാൻ പോകും. അപ്പോൾ അങ്ങനെ കാണാൻ ചെല്ലുന്ന സമയത്ത് ചില ആചാര്യന്മാർ ജാതകം നോക്കിയിട്ട് പറയും, നിങ്ങൾ ഇത്രയും കാലമായിട്ട് രക്ഷപ്പെടാതെ പോയത് സർപ്പം 10 വന്നുകൊണ്ടാണ്. കർമ്മസ്ഥാനത്ത് സർപ്പമാണ് വന്നത്, അതുകൊണ്ടാണ് രക്ഷപ്പെടാഞ്ഞത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം, നമ്മൾ മുമ്പേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ജാതകം ക്ലിയർ ചെയ്യുമ്പോൾ ലഗ്നം കറക്റ്റ് ചെയ്യുന്നൊരു പരിപാടിയിൽ തന്നെ ലഗ്നം മാറിപ്പോകുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ 10 നിൽക്കുന്ന സർപ്പം 9 മാറാം, അതേപോലെ ചിലപ്പോൾ 8 മാറാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗ്രഹങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജാതകത്തിൽ 12 ഭാഗങ്ങളിൽ എവിടെയും നിൽക്കാതെ പറ്റില്ല. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുക, സർപ്പം 10 വന്നതുകൊണ്ടോ 8 വന്നതുകൊണ്ടോ ലഗ്നത്തിൽ വന്നതുകൊണ്ടോ ഒന്നും ഒരാൾക്കും ജീവിതത്തിൽ ഒരു പരാജയവും ഉണ്ടാകില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിന്നിലേക്ക് വലിക്കുന്നത് എല്ലാം നെഗറ്റീവ് എനർജികളാണ്. നമ്മൾ നെഗറ്റീവ് എനർജികൾ എന്ന് പറയുന്നതാണ് ബാധാദോഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ബാധാദോഷങ്ങൾ, ഇത് കണ്ടെത്തി പരിഹരിച്ചാൽ മാത്രമേ നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയുള്ളൂ. അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു വണ്ടി, ഒരു വാഹനം വാങ്ങിച്ചു, ഒരു 4 ചക്ര വാഹനം, ഒരു കാറ് തന്നെ വാങ്ങിച്ചു. ഈ കാറ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആ വാഹനം പോകുമ്പോൾ ആ പോകുന്ന വഴിയിൽ നിറച്ച് കല്ലും കട്ടയാണെങ്കിൽ നമുക്ക് ഈ വാഹനം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല റോഡ് കണ്ടെത്തിയിട്ട്, ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ എറണാകുളം തിരുവനന്തപുരം പുറപ്പെടുമ്പോൾ 2-3 വഴികളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ഫ്രണ്ട്സിനോട് ആരോടൊക്കെ ചോദിക്കുകയാണ്, തിരുവനന്തപുരം പോകാനുണ്ട്, അപ്പോൾ ഏത് വഴിക്ക് പോകുന്നതായിരിക്കും എളുപ്പം, യാത്ര സുഖം? അപ്പോൾ സുഹൃത്ത് എപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളോട് പറയും, അത് കോട്ടയം വഴിയാണ് പോകുന്നതെങ്കിൽ വഴി നല്ല വഴിയാണ്, പെട്ടെന്ന്, അതായത് വഴി കൂടുതലുണ്ട് പക്ഷേ കല്ലും കട്ടറൊന്നുമില്ല, അതുകൊണ്ട് അതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ അപ്പോൾ ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കും. ഇത് തന്നെ നേരെ ആലപ്പുഴ വഴി വന്ന് നിറച്ച് കട്ടറും കാര്യങ്ങളുണ്ട്, ഏത് നേരം തിരക്കാണ്, അതിൽ പോകണ്ട. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറിയിരുന്നു, യാത്ര പുറപ്പെടും മുമ്പ് നമ്മൾ യാത്ര പുറപ്പെട്ടു, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി വഴി നിറച്ച് കട്ടറും കാര്യമൊക്കെയാണ്, ഭയങ്കര തിരക്കും. അപ്പോഴാണ് നമുക്ക് ബുദ്ധി തോന്നി, നമ്മൾ കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചു, നമുക്ക് ഇങ്ങനെ ഒരു യാത്രയുണ്ട്, അപ്പോൾ അത് പോകാണ്ടിരിക്കാനും പറ്റില്ല, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഈ കൂട്ടുകാരൻ, വിളിച്ച കൂട്ടുകാരൻ നല്ല കൂട്ടുകാരനാണെങ്കിൽ പറഞ്ഞു തരും, ഇതാണ് സംഭവം, ഈ വഴിക്ക് പോയാൽ മതി, തീർച്ചയായിട്ടും സംഗതി വഴി കൂടുതലുണ്ടെങ്കിൽ പോലും നല്ല വഴിയായതുകൊണ്ട് പെട്ടെന്ന് എത്തും എന്ന് പറയുന്ന പോലെ തന്നെ. കാണുന്ന ആസ്ട്രോളജർ നല്ല ആസ്ട്രോളജർ ആണെങ്കിൽ മാത്രമേ ഇതിലേക്ക് വരുള്ളൂ. അല്ലാത്തൊരു ആസ്ട്രോളജർ നോക്കിയിട്ട് ഒന്നില്ല ആദ്യം കുറച്ച് വഴിപാട് ചെയ്ത് നോക്കും, പറ്റാണ്ടാകുമ്പോൾ അവസാനം അങ്ങേര് കൈമലത്താണ്. ഈ കൈമലത്തുന്നതിനുള്ള ഉപായമാണ് 10 സർപ്പം വന്നു എന്ന് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലാതെ പോയി. ഈ കഴിവില്ലാതെ പോയപ്പോൾ ആളവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ കണ്ടെത്തിയ ആൾ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ അടുത്ത ആളിലേക്ക് പൊയ്ക്കൊള്ളണം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എൻ്റെ അടുത്ത് ആദ്യം ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്തുള്ളൊരു ക്രിസ്ത്യൻ ജാതകം അവരുടെ പ്രശ്നം നോക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ചിത്തിര നാളായിരുന്നു, ആൾക്കൊരു 42.5 വയസ്സ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് വേറെ ഒരു വലിയ വിദ്വാൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ആൾക്കുള്ള സമ്പ്രദായം എന്ന് വെച്ചാൽ 3 മാസം ബുക്ക് ചെയ്താലാണ് ഡേറ്റ് കിട്ടുള്ളൂ. അങ്ങനെ 3 മാസം എല്ലാം ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞ് ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ പേര് ചോദിച്ചു, നാള് ചിത്തിര എത്ര വയസ്സെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ വിദ്വാൻ പറഞ്ഞു, ഇനി 17 വർഷം, 19 വർഷമാണ് ശനി, ഇനി 17 വർഷം നിങ്ങൾക്ക് ശനി ദശയാണ്, അപ്പം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവുമെന്ന് പറയാം. അപ്പോൾ പിന്നെ ഈ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് 3 മാസം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കാർ ഓടിച്ച് അവിടെ വരെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ നമ്മളുടെ അടുത്ത് നേരെ ചോദിച്ചൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നെഗറ്റീവ്സ് ഉണ്ട്, ഇതൊക്കെ എടുത്ത് കളയണം, അതിന് നിങ്ങളൊരു 7 ദിവസം വ്രതം എടുത്തിട്ട് 1 ദിവസത്തെ പൂജാ പരിഹാരത്തിനൊന്ന് മാറ്റാം. അപ്പോൾ ആൾ ചോദിച്ചു ഉറപ്പായിട്ട് മാറുമോ? അതുകൊണ്ട് പിന്നെ മാറുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റുന്നതല്ലേ, അതുകൊണ്ടല്ലേ വരാൻ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഫലം കിട്ടിയ ഒരാളുടെ നമ്പർ വേണം, എന്നാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ പാടില്ല ശരിക്കും, കാരണം നിങ്ങൾ വിശ്വാസം ഇല്ലാത്ത ഒരു കേസിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് നമ്പർ തരുന്നതിന് കുഴപ്പമില്ല. അവരെ വിളിച്ചു ചോദിച്ചു, അവർ ചെങ്ങന്നൂരുള്ള പാർട്ടിയാണ്, അവരും ക്രിസ്ത്യൻ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫലം കിട്ടി, 17 ദിവസം എടുത്തോളൂ, അതിനുള്ളിൽ ഞങ്ങളുടെ കാര്യം സാധിച്ചിട്ടുണ്ട്, അതിനെന്താ സംശയം, എന്താ ഇതിനായിട്ട് പോയിക്കോളൂ, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഓഫീസിൻ്റെ അടുത്തല്ലേ. അപ്പോൾ അവർ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ച് കേട്ടത് പോരാണ്ട് കാണണമെന്ന് പറഞ്ഞ് നേരെ ഒരു കുടുംബം അടച്ച് ചെങ്ങന്നൂർ കാറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് 100% വിശ്വാസമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട്, ഇത്ര ദിവസം എടുത്തോളൂ, ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പാർട്ടി നമ്മളുടെ അടുത്ത് വന്നു, പൂജ പരിഹാരമൊക്കെ ചെയ്തു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഇത്ര അവിശ്വസിച്ചൊക്കെ ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് പരിഹാരത്തിൻ്റെ ഒക്കെ റിസൾട്ട് കിട്ടാത്തൊരു സമയം എടുക്കും, അല്ലാതെ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. കാരണം നിങ്ങൾ വിശ്വാസപൂർവ്വം അല്ല വരുന്നത്. അപ്പോൾ അവർക്ക് വന്ന് അവർ പരിപൂർണ്ണ വിശ്വാസത്തോടുകൂടി വന്ന് അവർ നമ്മളോട് ആകെ ചോദിച്ചത് എന്നത്തേക്ക് ഡേറ്റ് തരാൻ പറ്റും, ചെയ്തു തരാൻ പറ്റും, ആ ഒരു രീതിയിൽ അവർ വന്നത്. ഇത് നിങ്ങൾ വരച്ച് പറഞ്ഞു, അവർ നിങ്ങളോട് ഫോണിലൂടെ പറഞ്ഞു 100% ഉറപ്പാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ അവരെ ചെന്ന് കണ്ടു എന്നിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ദേവതയുടെ എന്ത് വിശ്വാസമുള്ള ഒരു വിശ്വാസമില്ല ശരിക്കും. അപ്പോൾ ഇത് റിസൾട്ടിലേക്ക് വരാമെന്ന് പറയുമ്പോൾ വിലം പിടിച്ചേ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നിരുന്നാലും അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം, അപ്പോൾ ആ വിദ്വാൻ ഞങ്ങളോട് 17 വർഷം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്, താങ്കൾ പറഞ്ഞു ചെയ്തു തരാമെന്ന്. അതാണ് അവർക്ക് വന്ന ഒരു അവിശ്വാസം. കാരണം വലിയ വിദ്വാൻ എന്ന് മാധ്യമങ്ങൾ വളർത്തുന്ന ഒരാൾ പറയുന്നു 17 വർഷം കഷ്ടകാലമാണ്, നിങ്ങൾ പറയുന്നു മറ്റു ദിവസം പൂജയിൽ ഇത് മാറ്റാമെന്ന്. അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് കണക്കൂട്ടുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു. ഈ നെഗറ്റീവ് നോക്കാമെന്നുള്ളത് എല്ലാ ജ്യോത്സ്യന്മാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, അതിൽ പറ്റിയ പാകപ്പഴയായിരിക്കും. അങ്ങേർക്ക് നോക്കാൻ അറിയാൻ പാടില്ല. അങ്ങേര് നിങ്ങളോട് പറഞ്ഞത് സോഫ്റ്റ്വെയറിൽ നിങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തെ പോയി കണ്ട ഒരു കാര്യമില്ല. ഈ പറയുന്ന കാര്യം എല്ലാം സോഫ്റ്റ്വെയറിൽ കിടപ്പുണ്ട്. അതായത് നമ്മുടെ കാലദോഷമാണ് ആ പറഞ്ഞത്, ശനിദശയാണ്. അപ്പോൾ 19 വർഷത്തിൽ 2 വർഷം കടന്നു, ബാക്കി 17 വർഷം ശനിദശയാണ്. അത് കഷ്ടകാലം എന്നാണ് പുള്ളി പഠിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. ശനി എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ മോശം കഴിഞ്ഞാൽ പിന്നെ ഗുണമാണ്. പിന്നെ ശനി ഉപാസിക്കുക, ശനിയുടെ മൂലമന്ത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടും. പിന്നെ നിങ്ങളുടെ ദൗത്യം ഭൂമി വിൽപ്പനയാണ്, അത് ഞാൻ ചെയ്തു തരാം. അതിന് ശനിയായിട്ടൊരു ബന്ധമില്ല. നെഗറ്റീവ് മാറുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഭൂമി വിൽപ്പന നടക്കും. അങ്ങനെ വന്നു ആൾ എന്തായാലും കാര്യമൊക്കെ കഴിച്ചു. ഒരു 60 ദിവസത്തോളം എടുത്തു ആൾക്ക് ഫലം കിട്ടാൻ. അത് നമ്മൾ വന്നപ്പോഴേ ആളോട് പറഞ്ഞു നിങ്ങൾ വരുന്നത് വിശ്വാസപൂർവ്വമല്ല, നിങ്ങൾക്ക് വേണ്ടാന്ന് എഴുതി വരുന്നത്. മറ്റൊരു സമ്പൂർണ്ണ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ പെട്ടെന്ന് റിസൾട്ട് കൊടുത്തു. നിങ്ങളെ സംബന്ധിച്ച് റിസൾട്ട് ഉണ്ടാവും, പക്ഷെ സമയമെടുക്കും. സമയമെടുത്ത് നടക്കുള്ളൂ എന്ന് പറയാം. എന്തായാലും 10 ദിവസത്തിനുള്ള ഒരു കാര്യം നടന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ വിദ്വാൻ്റെ, ഈ കാര്യം നടന്ന വിദ്വാൻ്റെ അത് കഴിഞ്ഞ് പലപ്പോഴും എൻ്റെ അടുത്തൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ അന്വേഷിച്ച് നടക്കണം നല്ലൊരാളെ, കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ഒരാളെ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നമ്പർ കൊടുത്തൂടെ? അത് കൊടുത്താൽ ശരിയാവില്ല. കാരണം ഞാനൊക്കെ 3-4 വർഷം ദുരിതം അനുഭവിച്ച് നടന്നപ്പോൾ ഇവൻ്റെ ഭാര്യയൊക്കെ ചിരിക്കായിരുന്നു. അപ്പോൾ അവനൊന്ന് നടന്ന് ചിറ്റട്ടെ എന്ന്. അപ്പോൾ എങ്ങനെയുണ്ട്? അതാണ് മനുഷ്യൻ്റെ മനസ്സ്. അപ്പോൾ ഇതിൽ പറ്റുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 10-ൽ സർപ്പം നിന്നതുകൊണ്ടൊന്നും ഒരു കാരണവശാലും ഒരാൾ നശിച്ചു പോവില്ല. പിന്നെ കാളസർപ്പയോഗം എന്നാൽ രാഹു കേതുക്കൾ മറ്റുള്ള ഗ്രഹങ്ങളെയെല്ലാം, അതായത് രാഹുവും കേതുവും എപ്പോഴും ഓപ്പോസിറ്റേ വരുള്ളൂ. അപ്പോൾ രാഹു കേതുക്കൾ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വെളിയിൽ നിന്നിട്ട്, അതായത് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും രാഹുവും കേതുവായിട്ട് ബന്ധമില്ലാതെ വരുന്ന ജാതകങ്ങൾ മാത്രമാണ് കാളസർപ്പയോഗ ജാതകം എന്ന് പറയുന്നത്. ഇത് തന്നെ രാഹുവിൻ്റെ കേതുവിൻ്റെ ഒപ്പം വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം കയറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കാളസർപ്പയോഗ ജാതകമല്ല. ഇത് തന്നെ പലരും നമ്മളുടെ അടുത്ത് വരുമ്പോൾ പറയാറുണ്ട്, ആചാര്യന്മാർ പറഞ്ഞു കാളസർപ്പയോഗ ജാതകം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയാം ജാതകം ഒന്ന് കാണട്ടെ എന്ന് പറയും.
അപ്പോൾ അതിലെന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ കേതുവിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രഹത്തോടൊപ്പം രാഹുവും കേതുവും മറ്റൊരു ഓപ്പോസിറ്റ് ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ബലം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയും കൂടി ചിന്തിക്കാൻ ആചാര്യന്മാർ പഠിക്കണം. അപ്പോൾ ആചാര്യന്മാർ അതൊന്നും പഠിക്കാതെ കണ്ടിട്ട് രാഹുവിൻ്റെ കേതുവിൻ്റെ ഒപ്പം വേറെ ഗ്രഹം നിന്നാലും ഞങ്ങൾക്കതൊന്നും ബാധകമല്ല, ഞങ്ങൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് ഇത് കാളസർപ്പയോഗം എന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്. അതിന് പരിഹാരമായിട്ട് തിരുപ്പതി കാളഹസ്തിയിൽ പോയിട്ട് അവിടെ പോയൊരു പൂജയൊക്കെ ഉണ്ട്, രാഹുകേതു പൂജ ചെയ്യുക. എന്നിട്ട് ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം അടിവസ്ത്രം വരെ അവിടെ അഴിച്ചിടണം. അങ്ങനെ ചെയ്താലേ രക്ഷപ്പെടുകയുള്ളൂ. അത് 3 പ്രാവശ്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ പറയുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അങ്ങനെ കാളസർപ്പയോഗം എന്ന ഒരു ജാതകം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ തന്നെ സർപ്പക്ഷേത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ ക്ഷേത്രങ്ങളിൽ കൃത്യമായിട്ട് കന്നിമാസം ആയില്യം മുതൽ ഇടവപ്പത്തി വരെയുള്ള സമയത്ത് സർപ്പത്തിന് 100 പാലും കൊടുത്താൽ മതി. അത്ര സിമ്പിളായിട്ടുള്ള ഒരു വഴിപാടിലൂടെ നമുക്ക് ഈ കാളസർപ്പയോഗത്തെ മറികടക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അതായത് ആചാര്യന്മാരുടെ അറിവില്ലായ്മയാണ്. അതായത് ചില ആചാര്യന്മാരുടെ കുതന്ത്രങ്ങളാണ്, കണ്ടുപിടുത്തങ്ങളാണ്. അവർ കണ്ടുപിടിക്കുന്നത് ജനങ്ങളെ ചിറ്റിക്കാനുള്ള കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഈ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് കാളഹസ്തിയിൽ പോയിട്ട് അവിടെ രാഹുകേതു പൂജ നടത്തുക, സ്വയം നടത്തുന്ന പൂജയാണ്. ഇത് നടത്തിയിട്ട് ഉടുത്തിരിക്കുന്ന അടിവസ്ത്രം പോലും അവിടെ ഉപേക്ഷിക്കണം. എന്നാലേ നമ്മുടെ കാളസർപ്പയോഗത്തിൽ നിന്ന് മോചനമാവുള്ളൂ. അപ്പോൾ 3 വർഷം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ രാഹുവും കേതു മാറിപ്പോകും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊന്നും നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ജീവിതകാലം മുഴുവൻ ഈ കാളസർപ്പയോഗ ജാതകമാണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ രാഹുപ്രീതി നടത്തണം. അതിന് സർപ്പക്ഷേത്രങ്ങളിൽ സർപ്പം ഉണർന്നിരിക്കുന്ന കാലഗണനയായ കന്നി ആയില്യം മുതൽ ഇടവപ്പത്തിലുള്ള 8 മാസം സർപ്പത്തിന് 100 പാലും കൊടുക്കുക. അത് തന്നെയാണ് അതിൻ്റെ പരിഹാരം. ഇപ്പം നമുക്ക് ഷുഗർ അല്ലെങ്കിൽ ഒരു മറവ്യാധി പിടിച്ചു, അതിന് ചെറുതായിട്ട് ഗുളിക കഴിച്ച് മുന്നോട്ട് പോകണം, ആഹാരം ക്രമീകരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതും. ഇതിൻ്റെ ജ്യോതിഷത്തിലെ ചില സംഭവങ്ങൾ ഇപ്പോൾ രാഹുകേതുക്കൾ ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളും അടക്കി പിടിച്ചിട്ട് കാളസർപ്പയോഗമായിട്ടാണ് ജാതകം വന്നിരിക്കുന്നതെങ്കിൽ യഥാർത്ഥ കാളസർപ്പയോഗ ജാതകമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട. നമ്മൾ മുമ്പ് മുടന്നിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതിന് സർപ്പപ്രീതി വരുത്തുക. സർപ്പപ്രീതി വരുത്തുക എന്നുള്ളത് സർപ്പബലി നടത്താനല്ല പറയുന്നത്. സർപ്പപ്രീതിക്ക് സർപ്പത്തിന് 100 പാലും കൊടുത്ത് മുന്നോട്ട് പോവാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ഈ കാളസർപ്പയോഗത്തിൻ്റെ ആ ദൂഷ്യഫലത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. പ്രണവത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു പുതിയ വിഷയവുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം. ഒരു പാട്ട് ഏറ്റവും വലിയ ഹിറ്റ് ആകാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്, ആ പാട്ട് കുട്ടികളേറ്റ് പാടുന്നുണ്ടോ? അതെ, അത് കുട്ടികളേറ്റ് പാടും. ഇപ്പം അല്ലാതെ തന്നെ ഒത്തിരി അധികം പാട്ടുകൾ ഹിറ്റ് ആകാറുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ ഒരു സംഗീത വാല്യൂ, മൂല്യമുണ്ടാകും. പക്ഷെ എങ്കിൽ പോലും ഈ കറുപ്പിനഴക് എന്നുള്ളൊരു പാട്ട്, ആ പാട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് പുലിമുരുകനിലെ പാട്ട് പാടാത്ത ഒരു കുട്ടി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു നോർമൽ സോങ് കുട്ടികളേറ്റ് പാടുന്നെങ്കിൽ അത് ഹിറ്റ്, നമുക്ക് ഉറപ്പിക്കാം. കുട്ടികളുടെ മനസ്സിൽ അത് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇളയരാജയുടെ ഈ റോയൽറ്റി ഇത്തരം ഒരു വിഷയം ഉണ്ടായപ്പോൾ ഒരുപാട് ട്രോളുകളും അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ടിറങ്ങി. അല്ല, ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ അദ്ദേഹത്തെ എതിർത്ത് പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ ഇതിന് കാരണമായി. എനിക്ക് തോന്നുന്നു ഇളയരാജ സാറും നമ്മുടെ മണിരത്നം സാറുമായിട്ടും ഇതിന് മുമ്പ് വരയ്ക്കും നടക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സിനിമയോടും ആ ഒരു സാഹചര്യത്തിനോടും ഒക്കെ പുള്ളിക്ക് തോന്നിയ ഒരു മൊമെന്റ് ഓഫ് വീക്ക്നെസ് ആയിരുന്നിരിക്കണം ഇങ്ങനൊരു സിറ്റുവേഷൻ അല്ലേ ഉണ്ടായത്. അല്ലെങ്കിൽ പുള്ളിക്ക് SPBയോട് തോന്നിയത്, അല്ലെങ്കിൽ എവിടെ എൻ്റെ ഇമ്പോർട്ടൻസ് എവിടെ എന്ന് പുള്ളിയുടെ ആ ഒരു ഇതിപ്പോൾ ഒരു വാർദ്ധക്യം കാരണം തോന്നിയതോ എന്ത് കാരണമാണെങ്കിലും എനിക്ക് ഇളയരാജ സാറിന് ഇങ്ങനൊരു വിഷമം വരുന്നത് എനിക്ക് തന്നെ സഹിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഇത്തരം ഈ ഒരു വിഷയം അതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ല, നമുക്ക് കാത്തിരിക്കാം. എങ്കിലും ഇത്രയും വലിയ ആൾക്കാർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ അബദ്ധങ്ങൾ വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം, ആശംസിക്കാം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.